ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ചൂട് ചോറാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 തവി ചോറാക്കി കൊടുക്കുന്നുണ്ട്. 2 തവി എന്നൊന്നും പറയാൻ പറ്റില്ല, തവിയുടെ വലിപ്പം കുറച്ച് കൂടുതലാണ് കേട്ടോ. എന്നും ആക്കി കൊടുക്കണ തവി ഏതോ കറിപ്പാത്രത്തിൽ പെട്ടുപോയി. പിന്നെ അത് കഴുകാനും പിടിക്കാനൊന്നും ഞാൻ നിന്നില്ല. നേരെ ചോറ് വിളമ്പണ കയ്യിലും കൊണ്ട് തന്നെ അവൾക്ക് ചോറാക്കി വെച്ച് കൊടുത്തു. പിന്നെ അതാ പയറുപ്പേരി ആയിരുന്നു കേട്ടോ. പയറുപ്പേരിയൊക്കെ ഞാൻ കഴിച്ചമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നലെയും ഇതാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ നമ്മുടെ സോയാബീൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് സോയാബീൻ ഫ്രൈ ചെയ്തതിനേക്കാൾ ഇഷ്ടം ഈ പൊട്ടറ്റോ ഫ്രൈ ചെയ്തതാണ്. പിന്നെ ഞാനിന്ന് അങ്ങോട്ട് സോയാബീൻ ഫ്രൈ ചെയ്ത് കൊടുത്തു. പിന്നെ അതാ കൂടെ കൂട്ടാൻ തൈരും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ തൈര് അവൾക്ക് വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചോറുണ്ട് കഴിഞ്ഞിട്ട് അവൾ കഴിച്ചോളും. പിന്നെ സ്നാക്സ് ആയിട്ട് നമ്മൾ കലക്കിപ്പാർന്നപ്പാണ്. ഞങ്ങളിവിടെ കലക്കിപ്പാർന്നപ്പാന്നാട്ടോ പറയുക. പച്ചരി കുതിർത്തിട്ട് രാവിലെ അരച്ചിട്ട് നമ്മൾ അതിൽ കുറച്ച് തേങ്ങയൊക്കെ ചിരവിട്ടിട്ട് ഇങ്ങനെ കലക്കി ഒഴിച്ചെടുക്കണതാട്ടോ കലക്കിപ്പാർന്നപ്പം എന്ന് അവിടെ പറയുക. ചിലയിടത്ത് നീർദോശ, പച്ചരി ദോശ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ അവളുടെ ഫേവറേറ്റ് ആണ് ഈ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും പച്ചമുളക് കയറിയിട്ട് വലിയ എരിവൊന്നും ഇല്ലാണ്ട് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കണ കറിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നൂൽപുട്ടിനും അപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ശങ്കരാന്തിയുടെ ഉണ്ണിയപ്പാണ് കേട്ടോ. വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് പോയി വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പം കുറച്ച് ഉണ്ണിയപ്പം കൊടുത്തു വിട്ടായിരുന്നു. അപ്പോൾ അവൾക്ക് 2 ദിവസമായിട്ട് അത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ ഇങ്ങനെ ടവലിലൊക്കെ കെട്ടി പൊതിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെയൊക്കെ ഇപ്പം നിപ്പയുടെ കണ്ടെയ്ൻമെന്റ് സോണുകളൊക്കെ കൂടി വരികയാണ് കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്? അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക്